2025 മലയാള സിനിമയ്ക്ക് ജയപരാജയങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെയും കണ്ടു. അങ്ങനെ മനസ്സിൽ തങ്ങി നിന്ന ബെസ്റ്റ് കാസ്റ്റിംഗ് എന്ന് തോന്നിയ ചില കഥാപാത്രങ്ങളെ ഒന്ന് നോക്കാം. ഇയർ എൻഡ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് ഷെഫ് കിസ് എന്ന പോലെയാണ് സർവം മായ സിനിമ ഇറങ്ങുന്നത്. അതുകൊണ്ട് സർവം മായയിലെ കാസ്റ്റിംഗിൽ നിന്ന് തന്നെ തുടങ്ങാം. നിവിന് വേണ്ടിയുള്ള നിവിന്റെ സോണാണ് പ്രഭ. ബട്ട് തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ബ്ലൂടൂത്ത് പോലെ കണക്റ്റായി നിൽക്കുന്ന ഒരാളുണ്ട്. റിയ ശുഭു അവതരിപ്പിച്ച ഡെലുലു. ഒരു ലവ്ലി ബ്രൈറ്റ് ക്യാരക്ടർ കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഫീൽ ഗുഡ് വരും. റിയയുടെ കാസ്റ്റിംഗ് ശരിക്കും അങ്ങനെ നോക്കിയാൽ ഒരു പെർഫെക്റ്റ് മാച്ചിങ് തന്നെയായിരുന്നു. അടുത്തത് പൊന്മാനിലെ പി അജേഷ് ആണ്. ബേസിൽ ജോസഫ് ഒരിക്കൽ പറഞ്ഞു താൻ ആക്സിഡന്റലി ആക്ടർ ആയതാണെന്ന്. പക്ഷെ പൊന്മാനിലെ അജേഷായി ബേസിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഒന്നുറപ്പിച്ചു, അഭിനയം ബേസിലിന്റെ കയ്യിൽ ഭദ്രമാണെന്ന്. അതുപോലെ തന്നെ ഈ വർഷം മലയാള സിനിമയ്ക്ക് കിട്ടിയ മറ്റൊരു പ്രോമിസിംഗ് ടാലന്റ് ആണ് എക്കോ സിനിമയിലെ പിയൂസ് ആയ സന്ദീപ്. പിയൂസിന്റെ ഓരോ ചലനങ്ങളിലും സന്ദീപ് പുലർത്തിയ മിതത്വം ആ കഥാപാത്രത്തെ അത്രമേൽ മനോഹരമായാണ് സ്ക്രീനിലേക്ക് എത്തിച്ചത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, സന്ദീപ് വരും കാലങ്ങളിൽ മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് എക്കോയിലെ മ്ലാത്തി ചേട്ടത്തി. പിയൂസിനൊപ്പം തന്നെ മ്ലാത്തി ചേട്ടത്തിയുടെ പ്രകടനവും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ തന്നെ നിന്നു. ഒരു സിനിമയിൽ നായകന് ഹൈപ്പ് കൂടണമെങ്കിൽ വില്ലനും ഒപ്പത്തിനൊപ്പം നിൽക്കണം. തുടരുമെന്ന ചിത്രത്തിൽ ബെൻസായി വന്ന നമ്മുടെ ലാലേട്ടന് ഏറ്റവും അനുയോജ്യനായ എതിരാളിയായിരുന്നു ജോർജ് സാറായി വന്ന പ്രകാശ് വർമ്മ. എൻ്റെ ജോർജ് സാറെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് മലയാളികൾ ചോദിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത്. വില്ലന്മാരുടെ കാര്യം പറയുമ്പോൾ ലോകയിലെ സാൻഡി മാസ്റ്ററിനെ മറക്കാൻ പറ്റില്ല. അതുപോലെ രേഖാചിത്രത്തിലെ വില്ലൻ കഥാപാത്രം പുഷ്പം അഭിനയിച്ച സരീൻ ഷിഹാബ്. ഇവരൊക്കെ സ്ക്രീനിൽ നിറഞ്ഞു നിന്നപ്പോൾ നായകന്മാർക്കൊപ്പം തന്നെ പ്രേക്ഷകരുടെ കയ്യടി ഇവർക്ക് ലഭിച്ചു. 2025 ഏറ്റവും വലിയ സർപ്രൈസ് പാക്കേജ് ആയിരുന്നു ഡിയസറെ. പ്രണവ് മോഹൻലാലിന്റെ രോഹൻ. ഇത്രയും കാലം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ കഴിവെന്ന് ഓരോ സിനിമാ പ്രേമിയും അത്ഭുതപ്പെട്ടു പോയി. പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് നമുക്ക് നിസ്സംശയം ഈ കഥാപാത്രത്തെ പറയാം. മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു പരീക്ഷണമായിരുന്നു ലോക. കല്യാണി പ്രിയദർശൻ നീലിയായി പറന്നിറങ്ങിയപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായി. ഒരു സൂപ്പർ വിമൺ എന്ന നിലയിലുള്ള കല്യാണിയുടെ ബോഡി ലാംഗ്വേജും ആക്ഷൻ രംഗങ്ങളിലെ കൃത്യതയും കംപ്ലീറ്റ് സൂപ്പർ വിമൺ മൂവി എന്ന് പറയാൻ ഇടയാക്കി. ഇതൊന്നും മാത്രമല്ല, ഇനിയും നല്ല കാസ്റ്റിംഗ് ചെയ്ത കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്?